ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എനിക്കെന്തുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങൾ എന്തുകൊണ്ട് കിട്ടുന്നു, അതേപോലെ തന്നെ എങ്ങനെയെല്ലാം ഞാനതെല്ലാം വിനിയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു എസൻസ് ഞാൻ പറഞ്ഞു തരാനായിട്ട് താല്പര്യപ്പെടുന്നതാണ്. കാരണം ജീവിതത്തിൽ ഞാൻ കുറച്ച് എത്തിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ എത്തിക്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് ആദ്യമേ ഞാൻ തുടങ്ങാം. അതായത് നമ്മൾ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസമായിരിക്കണം നമ്മുടേത്. അത് എന്തിനേലും ഏതിനേലും. അതേകൂടെ തന്നെ നമ്മൾ ദൈവത്തെ കാണുന്നത് പോലെ ജീവിക്കുക. ഇനി താൻ ദൈവത്തെ കാണുന്നില്ലെങ്കിലും ദൈവം തന്നെ കാണുന്നുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ജീവിക്കുക. അതിന് പലരും പല ഭാഷയാണ് ഉപയോഗിക്കുന്നത്. മനസാക്ഷിക്ക് നിരക്കാത്തത്, മനസാക്ഷി കുത്ത്, കണ്ണിച്ചോര, അങ്ങനെയുള്ള പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൺമുന്നിലൊരു പട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ പട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ചലിപ്പിക്കുന്നത് കരുണാമനായ റബ്ബാണ്. ആ റബ്ബ് എന്താ പറയുക, അവനെ അറിയുന്നവനും അവനെ അറിയാത്തവനും കരുണ ചൊരിയുന്നവനാണ് റബ്ബ്. അപ്പോൾ അങ്ങനെയുള്ള ആ കണ്ണുകൊണ്ടാണ് ഞാൻ ആ ജീവിനെ കാണുന്നത്. അതുകൂടാതെ തന്നെ ഒരു പിഞ്ചു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ അതും എന്താ പറയുക, ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ റബ്ബ് എന്നോട് പറയുന്നതിന് തുല്യമായിട്ടാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഒരു ചലനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സൃഷ്ടാവ് വിചാരിക്കണമെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ യുഗത്തിൽ അതെല്ലാം പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിളാണ്, നമ്മൾ വിചാരിക്കണം. പിന്നെ പ്രാർത്ഥന, അത് നമ്മുടെ ജീവിതത്തിൽ അടിയന്തരമായിട്ടും അടിസ്ഥാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലതരം പ്രാർത്ഥനകളുണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും ബെറ്റർ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടൊക്കെ ചെയ്യണം എന്നുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിശാപ്രാർത്ഥനയാണ്. നമ്മൾ ഒരു തവണ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല പ്രാർത്ഥന. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ ദൈവം സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ അതാണ്. കഴിഞ്ഞ 90 ദിവസമായി ഞാൻ തുടർന്നു പോരുന്ന നിഷ്ഠകൾ, ആ നിഷ്ഠകളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഫലം, അതിൻ്റെ എല്ലാം ഫലം രുചിക്കാനായിട്ട് എനിക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ഇന്നെനിക്കത് അതിനു വേണ്ട ബന്ധങ്ങളുണ്ട്, അതിനു വേണ്ട സുഹൃത്തുക്കളുണ്ട്, അതിനു വേണ്ട ഓഫറുകളുണ്ട്. ചെയ്ത് എന്താ പറയുക, എൻ്റെ മനസ്സിനിപ്പോൾ സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ അതിനിടയിൽ സങ്കടവും വരുന്നുണ്ട് കേട്ടോ, അത് വേറെ വശം. എന്നിരുന്നാലും ഞാൻ പറഞ്ഞോളട്ടെ, ഞാൻ ഇതിൻ്റെ ഇടയിൽ സ്കിൽസുകൾ നേടാനായിട്ട് ശ്രമിച്ചു എന്നല്ലാതെ ഓരോ ഭാഗമായിട്ട് വന്നു. കാരണം ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ഒന്ന് ഫ്ലെക്സിബിൾ ആകണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, യോഗ പഠിച്ചാൽ കൊള്ളാമെന്നായി. അങ്ങനെ യോഗ പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരുകുല സമ്പ്രദായത്തിൽ ഡോക്ടർ EGM നായർ യോഗ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ യോഗ പഠിക്കുന്നത് കൂടാതെ അദ്ദേഹം ഒരു അമേരിക്കൻ അക്രഡിറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു യോഗ ട്രെയിനർ ആവാം ഇൻ്റർനാഷണൽ ലെവലിൽ. ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു യോഗ ഗുരു ആവാം. പതഞ്ജലി പ്രാണയോഗയുടെ പരമാവധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യ ഭാരതം പ്രൊജക്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമാക്കാനും നമുക്ക് അവസരമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവസരങ്ങളായിട്ട് വന്നെത്തുന്നതാണ്. അതൊരു ജോലിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ ഇൻഷുറൻസ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇൻഷുറൻസ് ഏജൻ്റ് ആകുന്നതിന് മുമ്പേ ഞാൻ ടേർട്ടിൽമെൻറ്റ് പ്രോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തായിരുന്നു. അവിടെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിന് അഗെയിൻസ്റ്റ് ലോണും, അതേപോലെ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും, അതേപോലെ എല്ലാ ക്രെഡിറ്റ് കാർഡ്സും ഒക്കെ സെല്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനൊരു മാർക്കറ്റിംഗ് എന്നുള്ളൊരു മേഖലയിലോട്ട് ഞാൻ തിരിഞ്ഞു. അപ്പോൾ മാർക്കറ്റിങ്ങിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ എന്താ പറയുക ഓഫറുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാർക്കറ്റിങ്ങിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗാണ് സെലക്ട് ചെയ്തത്. ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ ബ്രാൻഡ് മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിക്കാനും ഇതിനു വേണ്ടിയിട്ട് യൂട്യൂബ് യൂസ് ചെയ്തു. അതുകൂടാതെ IBS അക്കാഡമിയിൽ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ അവിടെ എല്ലാം ജോയിനിങ് ഡേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് അടുത്ത ഈ ഒരു ഏപ്രിൽ മാസത്തോടുകൂടി അവിടെ അത് വരും. അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഞാനൊരു ബിസിനസ്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കും. ആ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നുണ്ടോ, അതിൽ സ്റ്റാർ റേറ്റിംഗ് എത്രയാണ്, അതിലെത്ര ബാഡ് കമൻസ് ഉണ്ട്, ആ കമൻസ് എങ്ങനെ മാറ്റാമെന്നുള്ള കാറ്റഗറീസ് എല്ലാം ഞാൻ അതിൻ്റെ ഓണറായിട്ട് സംസാരിക്കും. അങ്ങനെ അവരുമായിട്ടൊരു ബന്ധം ഞാൻ സ്ഥാപിച്ചെടുക്കും. കാരണം എന്താ പറയുക, എല്ലാവർക്കും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണ് താല്പര്യം. പക്ഷേ ഈ ഗൂഗിൾ മൈ ബിസിനസ്സിനെല്ലാം നല്ല ചാർജ് ഈടാക്കിയിട്ട് പലരും ജോലി ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാൻ എൻ്റെ സർവീസ് അത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കൊരു ക്ലയൻസിനെയാണ് കിട്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു സീക്രട്ടാട്ടോ. കാരണം ഒരു കസ്റ്റമറിൽ എന്നതിലുപരി നമ്മളൊരു വിശ്വാസത്തോടുകൂടി ഒരാളെ ഒരു ക്ലയൻ്റാക്കി മാറ്റുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ബെനിഫിറ്റ് വേറെ കിട്ടും. പക്ഷെ നമ്മുടെ കയ്യിൽ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ പ്രോഡക്റ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. അതിന് നമുക്ക് ബാങ്കിങ് പ്രോഡക്ട്സ് നമുക്ക് ഉപകാരത്തിൽ വരും. മൈ ഫസ്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ IDFC ബാങ്കിൻ്റെ ആ ഒരു പാർട്ട്ണറിൽ ആ ഒരു ഫേമിൽ നിന്ന് നമുക്ക് അവരുടെ എല്ലാ പ്രോഡക്ട്സും കമ്മീഷൻ ബേസിൽ സെല് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇനി അതല്ല അവർ കമ്മീഷൻ ബേസ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്കിൽ പോയി ചോദിക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഞാനങ്ങനെ ചോദിച്ചിട്ടുണ്ട്, SBIയിൽ ചോദിച്ചിട്ടുണ്ട്, ഫെഡറൽ ബാങ്കിൽ ചോദിച്ചിട്ടുണ്ട്. പലരും എനിക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്ത് തന്നാൽ കമ്മീഷൻ തരാമെന്നും പറഞ്ഞിട്ടുമുണ്ട്. ഇത് കൂടാതെ നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി അന്വേഷിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നതാണ് എങ്ങനെയാണ് ആക്റ്റീവായിട്ട് ഈ ജോലി ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഫ്രീലാൻസറായിട്ടാണ് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയൊരു മേഖലയാണ്. ഇനി നിലവിൽ നിങ്ങൾക്ക് ഒരു ജോലി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ IRDAയുടെ എക്സാം എഴുതി ഒരു നല്ലൊരു ഏജൻ്റ് ആവുക. ഓരോ പോളിസിയുടെയും ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ ചിലവ് ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലായിട്ടൊരാൾക്കാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ മുതൽ 10,000 രൂപ, അതേപോലെ തന്നെ 8,000 രൂപ മുതൽ പോളിസീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലത്തേക്ക് സമാധാനപരമായിട്ട് അയാൾക്ക് ജീവിക്കാനായിട്ട് വേണ്ട തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8,000-നും 15,000-നും ഇടയിലാണ്. അതൊരു മാസമായിട്ടൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ EMIയിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? ഏറി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 800 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഉള്ളൂ. അപ്പോൾ സമാധാനപരമായ അദ്ദേഹത്തിന് ഒരു വർഷം ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തുക മാറ്റി വെച്ചാൽ മതി. ഹോസ്പിറ്റൽ കാര്യം മാറി കിട്ടിയില്ലേ? അപ്പോൾ ആ ഹോസ്പിറ്റൽ കാര്യം മാറി കിട്ടുന്നതിലൂടെ അദ്ദേഹത്തിന് മനസ്സമാധാനത്തോടുകൂടി ജോലി ചെയ്യാം, എന്ത് ജോലിയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ സമാധാനം എന്നുള്ള വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. സമാധാനം ജനിപ്പിക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് എന്താണ്? പണം വേണം. അപ്പോൾ ഇൻഷുറൻസ് എന്നുള്ളത് ഒരു പ്രൊഫഷനാക്കി എടുത്തു കഴിയുമ്പോൾ ഒരു മാസത്തിൽ നമ്മൾ 2 ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാറിൻ്റെയൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4,000 രൂപ അഡീഷണൽ ഇൻകം കിട്ടും. അല്ല 2 ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7,000 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാമ്പത്തിക ഭദ്രത കിട്ടും. പിന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ മോഡൽ ബിസിനസ്സാണ്. അപ്പോൾ അത് അടുത്ത വർഷവും അതേ സമയത്ത് നമുക്ക് റിന്യൂവൽ കമ്മീഷനും കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി എന്താ പറയുക, ഒരു ജോലിയോടൊപ്പം ഇത് തുടർന്നുകൊണ്ട് പോയി ജോലിയേക്കാൾ കൂടുതൽ ഇത് വരാൻ തുടങ്ങി കഴിയുമ്പോൾ, റെക്കമെൻഡേഷൻ ത്രൂ എല്ലാം വരാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ജോലിയിൽ നിന്ന് മാറ്റി ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുകയും നമ്മളെന്താ പറയുക ഡെവലപ്ഡ് ആവും 2-3 തരത്തിൽ. അതായത് എന്താ പറയുക സോഷ്യൽ ലെവലിൽ നമ്മൾ ഡെവലപ്പ് ആവും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക പല പല കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. നമ്മൾ ഈ ഒറ്റപ്പെട്ട് നിന്ന് അതേപോലെ തന്നെ എന്താ പറയുക നമുക്ക് കിട്ടുന്ന ജോലി മതി, ആ സാലറി മതി എന്നൊക്കെ ചിന്തിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റണമെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. എൻ്റെ ഒരു ആഗ്രഹം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണം. ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴും അവർക്ക് നേടുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് അറിയോ? പ്രസൻറ്റേഷൻ സ്കില്ല് കിട്ടും, സംസാരിക്കാനുള്ള സ്കില്ല് കിട്ടും. അതുകൂടാതെ തന്നെ ഓരോ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള പരിചയം കിട്ടും. ആ പരിചയം കൂടാതെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ ദോഷങ്ങൾ ഇത് കിട്ടും. ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കേപ്പബിലിറ്റി കിട്ടും. വിദ്യാധനമാണ് ഏറ്റവും സർവ്വധനാൽ പ്രധാനമായിട്ടുള്ള ധനം. അതായത് അറിഞ്ഞതുകൊണ്ടായില്ല, മനസ്സിലാക്കി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ അവൻ മാറുമ്പോൾ മാത്രമാണ് അവൻ്റെ കയ്യിൽ ആ ധനം കൈവരുള്ളൂ, വിദ്യ എന്ന ആ ധനം കൈവരുകയുള്ളൂ. അപ്പോൾ അതവൻ പറഞ്ഞ് പഠിപ്പിച്ച് മറ്റൊരാളെ യൂട്യൂബർ ആക്കാനായിട്ട് അവൻ പ്രേരിപ്പിക്കുമ്പോൾ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട്ലി ഒരു ഗുരുവായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊടുക്കുന്തോറും കൂടുന്ന ആ ധനം നമ്മുടെ കയ്യിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? വിസ്ഡമാണ് കിട്ടുന്നത്. ഒരുത്തൻ്റെ കയ്യിൽ ജ്ഞാനമുണ്ട് അല്ലെങ്കിൽ അറിവുണ്ട്, വിജ്ഞാനം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെവിടെയും വാല്യൂ ഉണ്ട്, അവനെവിടെ സംസാരിക്കാനുള്ള കേപ്പബിലിറ്റിയും കിട്ടും, ധൈര്യവും കിട്ടും. നമുക്ക് വേണ്ടത് ധൈര്യമാണ്. ഈ സമൂഹത്തോട് സംസാരിക്കാൻ വേണ്ട ധൈര്യം. അത് ആരും ആയിക്കൊള്ളട്ടെ, ആരും അടുത്ത് വരുമ്പോൾ നമ്മൾ സംസാരിക്കാനായിട്ട് തയ്യാറാവണം. എന്ത് മേഖലകളെ കുറിച്ച് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവസരമുണ്ട്. ഇന്ന് ChatGPT അതേപോലെ പല പല AI നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് തരും. അതും 150 വേർഡ്സ് 200 വേർഡ്സിൽ ചുരുക്കി നമുക്ക് കളക്ട് ചെയ്ത് തരും. ആ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് മുന്നോട്ട് വന്ന് നമ്മളെന്താ പറയുക മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലാക്കി പഠിച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ആ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞറിയിക്കണില്ല. ഞാൻ എന്താ പറയുക എൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യം പറയാം. എനിക്ക് അതിലൂടെ അങ്ങനെയെല്ലാം പഠിച്ചതിലൂടെ കിട്ടിയത് 3 മാസം കൊണ്ട് 90,000 രൂപയുടെ അടുത്താണ്. എനിക്ക് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. സാലറിയുടെ ഇടയിൽ ഞാൻ ജോലി ചെയ്തായിരുന്നു. അതുകൂടാതെ ഞാൻ ഇൻഷുറൻസ് ചെയ്തു. എനിക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടി ബാഡ്മിൻ്റണ്.
അതുകൂടാതെ എന്താ പറയുക, ഇപ്പോൾ നിലവിൽ ഇന്നത്തെ അവസ്ഥ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു ജോലിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ ജോലി എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്താ പറയുക അതിൽ കയറിയതിന് ശേഷം ഞാൻ പറയാം. കാരണം അത് എടുത്തു പറയുന്നില്ല എന്താണെന്നുള്ള കാര്യം. ഒരു 25,000 രൂപ സാലറിയിലുള്ള ജോലിയാണ്. അപ്പോൾ അത് ഞാൻ എന്താണെന്നുള്ളത് പറയാം. വരും വരായികളൊക്കെ ഉണ്ട് അതിൽ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം ഞാൻ ആലോചിച്ചിട്ട് സമയമാകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെങ്ങനെ എനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യവും പറഞ്ഞുതരാം. അതും വായ്മൊഴിയിലൂടെ കിട്ടിയതാണ്, റെഫറൻസിലൂടെ. ഞാൻ എൻ്റെ സർവീസുകൾ, കാരണം ഒരു സഹോദരൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പോയിട്ട് കമ്പ്യൂട്ടറിൽ ഇത്രേ വർക്കുള്ളൂ, 15 മിനിറ്റ് വരെ വർക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് 1,500 ചാർജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് എന്താ പറയുക, നമ്മൾ മനസ്സിൽ തീരുമാനിക്കണം നമ്മുടെ കർമ്മത്തിന് ഇത്രയും നമ്മൾ ചാർജ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു റെക്കഗ്നീഷനാണ്. ഒരാളുടെ ഉള്ളിലേക്ക് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ടൈം എൻട്രിയാണ്. ആ രീതിയിലൊക്കെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. അതിന് നമുക്ക് വേണ്ടത് നിസ്സംഗത എന്ന് പറഞ്ഞൊരു കാര്യം, ഡിസ്പാഷൻ. ആ ഡിസ്പാഷൻ എന്ന് പറയുന്നത് ഐശ്വര്യങ്ങളിൽ പെട്ട ഒന്നാണ്. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ ജനിപ്പിക്കാനായിട്ട് മനഃപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെ തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് കൺക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഷാഹിദിൻ്റെ ശുഭദിനം. അസ്സലാമു അലൈക്കും, നമസ്കാരം. സൈനിങ് ഓഫ്, ഇറ്റ്സ് മീ ഷാഹിദ്. ഖുദാ ഹാഫിസ്.